കണ്ണൂരിലെ 2 രൂപ ഡോക്ടർ AK രൈരു ഗോപാൽ അന്തരിച്ചു എന്ന വാർത്ത വരികയാണ്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു അന്ത്യം. 2 രൂപ ഫീസ് വാങ്ങിയായിരുന്നു രോഗികളെ ചികിത്സിച്ചിരുന്നത്. 50 വർഷത്തിനിടെ 18 ലക്ഷം രോഗികളെ ചികിത്സിച്ച വലിയൊരു ഡോക്ടറായിരുന്നു നിഖിൽ അളവൂർ. നമുക്കൊപ്പം ചേരുകയാണ്. നിഖിൽ, എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം? ബിനിൽ, ഇന്നലെ രാത്രിയാണ് കണ്ണൂരിന്റെ ജനകീയ ഡോക്ടറായി അറിയപ്പെട്ടിരുന്ന രൈരു ഗോപാലിന്റെ അന്ത്യം സംഭവിച്ചത്. ബിനിൽ പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിൽ ജനകീയൻ എന്ന പേര് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാക്കിയ ഒരു ഡോക്ടറായിരുന്നു. ഏകദേശം 35 വർഷത്തോളം കാലം തളാപ്പിലെ ക്ലിനിക്കിൽ അദ്ദേഹം രോഗികളെ ചികിത്സിച്ചു. ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ആര് ഇദ്ദേഹത്തിനടുത്ത് ചികിത്സയ്ക്ക് എത്തിയാലും 2 രൂപ മാത്രമായിരുന്നു ഡോക്ടർ ഫീസായി വാങ്ങിയിരുന്നത്. മാത്രമല്ല, ഈ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എന്ന് ഡോക്ടർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവർക്ക് മരുന്നും ഈ രൈരു ഗോപാൽ സൗജന്യമായി നൽകുന്നതായിരുന്നു പതിവ്. ഏകദേശം 50 വർഷമാണ് ഇദ്ദേഹം ഈ ആതുര സേവന രംഗത്തുണ്ടായിരുന്നത്. ഈ 50 വർഷത്തിനിടെ 18 ലക്ഷത്തിലേറെ രോഗികളെ ചികിത്സിച്ചു എന്നാണ് ഡോക്ടറുടെ പക്കലുള്ള കണക്ക് തന്നെ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഈ 2024 മെയ് മാസം വരെയും പ്രായാധിക്യം കൊണ്ടുള്ള അവശതകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും 2024 മെയ് മാസം വരെയും ഇദ്ദേഹം ഈ ആതുര സേവനം തുടർന്നിരുന്നു. ഏറ്റവും ഒടുവിൽ 2024 മെയ്യിലാണ് ഇദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ ഒരു സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഒരു ബോർഡ് വെക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളാൽ ഇനി അങ്ങോട്ട് ചികിത്സാ രംഗത്ത് തുടരാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ സേവനം അവസാനിപ്പിക്കുന്നു എന്നൊരു ബോർഡ് അദ്ദേഹം സ്ഥാപിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ജനകീയ ഡോക്ടർ എന്ന നിലയിൽ ഏറെ ശ്രദ്ധ നേടിയ ഡോക്ടറാണ് AK രൈരു ഗോപാൽ. അദ്ദേഹത്തിന്റെ അന്ത്യമാണ് സംഭവിച്ചിരിക്കുന്നത്. മറ്റൊരു ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പുലർച്ചെ 4 മണി മുതൽ വൈകിട്ട് 4 മണി വരെ നിരന്തരം രോഗികൾക്ക് വേണ്ടി തുറന്നു വെച്ച ഒരു ക്ലിനിക്കായിരുന്നു ഇദ്ദേഹം തളാപ്പിൽ 35 വർഷക്കാലം നടത്തിയിരുന്നത്. പിന്നീട് ഇടയ്ക്ക് അത് 6 മണി മുതൽ വൈകിട്ട് 4 മണി വരെ എന്നതാക്കി മാറ്റി എന്നതല്ലാതെ മറ്റൊരു മാറ്റവും അദ്ദേഹത്തിന്റെ ചികിത്സാ രീതിയിലോ അദ്ദേഹത്തിന്റെ സേവന സന്നദ്ധതയിലോ രോഗികളോടുള്ള മനോഭാവത്തിലോ വന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമായിരുന്നു. ശരി, നിഖിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ 50 വർഷത്തിനിടെ 18 ലക്ഷം രോഗികൾ ഒന്ന് ചിന്തിക്കാനാവുന്നതിലും അപ്പുറമാണ്. ഇത് 50 വർഷം ആതുര സേവന രംഗത്ത് നിൽക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. 18 ലക്ഷം രോഗികൾ എന്നുള്ളത് മറ്റേതൊരു ഭിഷഗ്വരന് നേട്ടം നേടിയിട്ടുണ്ടാകും എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതും വെറും 2 രൂപയ്ക്ക് പുലർച്ചെ 4 മണി മുതൽ വൈകിട്ട് 4 മണി വരെ വർഷങ്ങളോളം അദ്ദേഹം സേവനം അനുഷ്ഠിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം ഇപ്പോൾ വിടവാങ്ങിയിരിക്കുകയാണ്.